ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്കിന്ന് ഗ്രൂപ്പ് തിയറിയിലെ ക്ലാസ്സസ് ഓഫ് എ പോയിന്റ് ഗ്രൂപ്പ്, ഒരു പോയിന്റ് ഗ്രൂപ്പിന്റെ ക്ലാസ്സസ് കണ്ടുപിടിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓർഡർ കണ്ടുപിടിക്കുന്ന പഠിച്ചു, ഒരു പോയിന്റ് ഗ്രൂപ്പിന്റെ ഓർഡർ കണ്ടുപിടിക്കുന്ന പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഒരു പോയിന്റ് ഗ്രൂപ്പ് തന്നിട്ട് അവരുടെ നമ്പർ ഓഫ് ക്ലാസ്സസ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അതിനു മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 2-3 ടേംസ് ഉണ്ട്. സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ, കോൺജുഗേറ്റ് എലമെന്റ്സ്. ഇപ്പൊ നമുക്ക് ആദ്യം എന്താണ് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് നോക്കാം. ഓക്കെ, സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ ഈ ഒരു ഇക്വേഷൻ ആണ് അതിന് നമ്മൾ പറയുക. എക്സ് ഇൻവേഴ്സ് എ എക്സ് ഈക്വൽ പി. അതായത് എക്സ്, എ, പി, ഇത് 3 പേരും എന്റെ പോയിന്റ് ഗ്രൂപ്പിലെ സിമെട്രി എലമെന്റ്സ് ആണ്. അതെന്തോ ആയിക്കോട്ടെ, ഇഒ, C2, സിഗ്മ, ഐ, എസ് എൻ, എന്തോ ആയിക്കോട്ടെ, ഇവര് എന്റെ ഒരു പോയിന്റ് ഗ്രൂപ്പിലെ സിമെട്രി എലമെന്റ്സ് ആണ്. അപ്പൊ ഞാൻ ഇവരിൽ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ എക്സ് എന്ന് പറഞ്ഞ സിമെട്രി എലമെന്റിന്റെ ഇൻവേഴ്സ് എടുക്കും, എന്നിട്ട് എയും ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ കിട്ടുന്ന നമ്മള് നമ്മള് പോയിന്റ് ഗ്രൂപ്പിലെ സിമെട്രി എലമെന്റ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചതാണ്. അതുപോലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് ആ കിട്ടുന്ന പ്രൊഡക്റ്റിന് നമ്മൾ വീണ്ടും ആ എക്സ് എന്നെടുത്ത ആ സിമെട്രി എലമെന്റുമായിട്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇപ്പൊ സിമെട്രിയുടെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചതാണ്. ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഈ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ആ പോയിന്റ് ഗ്രൂപ്പിലെ തന്നെ മറ്റൊരു സിമെട്രി എലമെന്റ് ആയിരിക്കും. അപ്പൊ എക്സ്, എ, ബി, ഇത് 3 പേരും സിമെട്രി എലമെന്റ് ആണ്, ഒരു പോയിന്റ് ഗ്രൂപ്പിലെ സിമെട്രി എലമെന്റ് ആണ്. ഇപ്പൊ ഞാൻ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ചെയ്യുക എന്ന് വെച്ചാൽ, ട്രാൻസ്ഫോം ചെയ്യുക എന്ന് വെച്ചാൽ ഒരാളെ മറ്റൊരാളാക്കി മാറ്റും. അതായത് ഞാൻ ഈ എയെ ആരാക്കി മാറ്റും? ബി ആക്കി മാറ്റും. ഒരാളെ മറ്റൊരാളാക്കി മാറ്റുവാണ്. അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു തേർഡ് എലമെന്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എലമെന്റ് എക്സ് എന്ന് പറഞ്ഞ ഒരു സിമെട്രി എലമെന്റ് ആണ്. അപ്പൊ ഈ 3 പേരും എന്തായിരിക്കും? ആ പോയിന്റ് ഗ്രൂപ്പിലെ സിമെട്രി എലമെന്റ്സും ആയിരിക്കും. ഇനി നമ്മുടെ ആ എയും ബിനെയും വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് എലമെന്റ്സ്. എന്താണ്? എയും ബിയെയും വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് എലമെന്റ്സ്. കോൺജുഗേറ്റ് എലമെന്റ്സ്, കോൺജുഗേറ്റ് എലമെന്റ്സ്. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ ഇവിടെ ഒരു C3V പോയിന്റ് ഗ്രൂപ്പ് ആണ് എടുക്കാൻ പോകുന്നത്. ഞാനൊരു C3V പോയിന്റ് ഗ്രൂപ്പ് എടുക്കും. ആ C3V പോയിന്റ് ഗ്രൂപ്പിന് അവരുടെ സിമെട്രി എലമെന്റ്സ് ഏതൊക്കെയാണ്? C3 ഉണ്ട്, ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്, C3 ഉണ്ട്, പിന്നെ അവർക്കൊരു 3 സിഗ്മ വി, നമ്മുടെ അമോണിയയുടെ കേസ് ഓർത്താൽ മതി. 3 സിഗ്മ വി എന്ന് പറയുമ്പോൾ ഒരാള് സിഗ്മ വി ഡാഷ്, ഒരാള് സിഗ്മ വി ഡബിൾ ഡാഷ് എന്നും, ഒരാള് സിഗ്മ വി ട്രിപ്പിൾ ഡാഷ് എന്നും എടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇതില് എ ആയിട്ട് ഈ C3 തന്നെ എത്ര നമ്പർ ഓഫ് ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാം? C3-1 ചെയ്യാം, C3-2 ചെയ്യാം, അല്ലേ? C3 തന്നെ C3-1 ചെയ്യാം, C3-2 ചെയ്യാം. C3-3 പോസിബിൾ അല്ല. അപ്പൊ ഞാൻ ആ C3-1നെ എന്റെ എ ആയിട്ട് എടുക്കുവാണ്. എ എന്ന് പറയുന്നത് എന്റെ C3-1 ആണ്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്റെ സിഗ്മയാണ്. സിഗ്മ വി ഡാഷ് ഇരിക്കാം. സിഗ്മ വി ഡാഷ് ആണ് എന്റെ സിഗ്മ, സോറി എക്സ്. ഇനി ഞാൻ ഇതില് സിമെട്രി, ഇതിൽ ഞാൻ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ ഇക്വേഷൻ എക്സ് ഇൻവേഴ്സ് എന്ന, അതായത് സിഗ്മ വി ഡാഷിന്റെ ഇൻവേഴ്സ് എടുക്കുക ഇൻറ്റു എ എന്ന് പറയുന്നത് C3-1 ഇൻറ്റു എക്സ് സിഗ്മ വി ഡാഷ്, ഇതിന് 3ഉം മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മള് സിമെട്രി ഓപ്പറേഷൻസ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചതാണ്. ഇൻവേഴ്സ് എടുക്കാന്ന് വെച്ചാൽ നേരെ റിവേഴ്സ് ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? റൊട്ടേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻവേഴ്സ് എടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞിരിക്കുവാണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് C3-2 എന്ന് കിട്ടും. അതായത് ഈ C3-1നെ ഞാൻ എന്താക്കി മാറ്റി? C3-2 ആക്കി മാറ്റി. അതിന് എന്നെ ഹെൽപ്പ് ചെയ്ത ആളാണ് സിഗ്മ വി ഡാഷ്. അപ്പോ ഈ C3-1നെയും C3-2നെയും ഒരു പേര് നമ്മൾ വിളിക്കും എന്ന് പറഞ്ഞു. അവരെ നമ്മൾ പറയുന്ന പേരാണ് കോൺജുഗേറ്റ് എലമെന്റ്സ്. C3-1നെയും C3-2നെയും പറയുന്ന പേരാണ്
കോൺജുഗേറ്റ് എലമെന്റ്സ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. എന്താണ് ക്ലാസ്? ക്ലാസ് എന്ന് വെച്ചാല് നമ്മള് ഈ കോൺജുഗേറ്റ് എലമെന്റ്സ് എല്ലാം കൂടി ഫോം ചെയ്യുന്നതാണ് ക്ലാസ് എന്ന് പറയുന്നത്. കോൺജുഗേറ്റ് എലമെന്റ്സ്. ഇപ്പം ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് C31 C32 എന്ന് പറഞ്ഞില്ലേ, ഇവർ രണ്ടുപേരെയും നമ്മൾ ഒരു ക്ലാസ്സിലാണ് ഇൻക്ലൂഡ് ചെയ്യുക. കോൺജുഗേറ്റ് എലമെന്റ്സ് എന്ന് പറയുന്നത് ഒരൊറ്റ ക്ലാസ് ഫോം ചെയ്യും. നമുക്കിവിടെ പ്രോബ്ലം ടൈപ്പ് ആണല്ലോ ചോദിക്കുക. അപ്പൊ തിയറിയുടെ ആവശ്യം ഇല്ല, നമുക്ക് പ്രോബ്ലത്തിലോട്ട് ഡയറക്റ്റ് പോകാം. ഇപ്പൊ ഇവിടെ C31 C32 ഇവ രണ്ടുപേരും എന്താണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു? കോൺജുഗേറ്റ് എലമെന്റ്സ് ആണെന്ന് കണ്ടുപിടിച്ചു. ആ കോൺജുഗേറ്റ് എലമെന്റ്സ് എല്ലാം കൂടി ഒരൊറ്റ ക്ലാസ്സേ ഫോം ചെയ്യുള്ളൂ. സോ ഇവരുടെ ക്ലാസ് എന്ന് വെച്ചാൽ 1 ആണ്. ഇനി നമ്മൾ ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് ഫോം ചെയ്യും. സിഗ്മ എച്ച് എന്ന് പറയുന്നത് ഒരു ക്ലാസ് ഫോം ചെയ്യും. സെന്റർ ഓഫ് ഇൻവേർഷൻ ഒരു ക്ലാസ് ഫോം ചെയ്യും. ഇനി n-1 Cn ഒരു ക്ലാസ് ഫോം ചെയ്യും. അത് നമുക്ക് ഇങ്ങനെ ജനറൽ ആയിട്ട് പഠിക്കുന്നതിലും ഒരു പ്രോബ്ലം എടുത്ത് ചെയ്ത് കാണിക്കാം, n-1 Cnന്റെ കാര്യം. അപ്പൊ ഇത് ഓർത്തു വെക്കുക. ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് ഫോം ചെയ്യും. സിഗ്മ എച്ച് ഒരു ക്ലാസ് ഫോം ചെയ്യും. സെന്റർ ഓഫ് ഇൻവേർഷൻ ഒരു ക്ലാസ് ഫോം ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞത് കോൺജുഗേറ്റ് എലമെന്റ്സ് എന്ത് ഫോം ചെയ്യുന്ന പറഞ്ഞത് ഒരൊറ്റ ക്ലാസ്സിലായിരിക്കും അവർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനി ഞാനൊരു C3 എടുക്കാം. C3 എടുക്കുമ്പോൾ C31 ഉണ്ട്, C32 ഉണ്ട്. ഓക്കെ, ഈ C31 ഈ C32 കൂടെ ചേർന്ന് ഒരൊറ്റ ക്ലാസ് ഫോം ചെയ്യും. കാരണം ഇവരുടെ ഓർഡർ എന്താണ്? സെയിം ആണ് അല്ലെ? 3 ഓർഡർ സെയിം ആണ്. അപ്പൊ ഓർഡർ സെയിം ഉള്ള ഇവർ രണ്ടുപേരും കൂടി ഒരൊറ്റ ക്ലാസ് ആയിരിക്കും ഫോം ചെയ്യുക. ഇനി ഞാൻ C4 ആണ് എടുക്കുന്നതെങ്കിൽ C41 C42 C43 C44 എടുക്കുകയല്ല, അത് ഐഡന്റിറ്റി എലമെന്റ് ആണ്, അത് സെപ്പറേറ്റ് ഒരു ക്ലാസ് ആണ്. C41 ഓക്കെ. C42 നമുക്ക് എന്തെന്ന് എഴുതാം? C2 എന്ന് എഴുതാമല്ലോ. അതായത് ഇവരുടെ ഓർഡർ വ്യത്യാസമായി. സോ ഇവര് സെപ്പറേറ്റ് ഒരു ക്ലാസ് ഫോം ചെയ്യും. ഈ C41 C43 കൂടെ ഒരു ക്ലാസ് ഫോം ചെയ്യും. പക്ഷേ ഇവരൊരു ക്ലാസ് ഫോം ചെയ്യും. പക്ഷെ C42 എന്ന് പറയുന്നത് അത് എന്തിന് ഇക്വലന്റ് ആണ്? C21 ഇക്വലന്റ് ആണ്. അത് C2 എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിമെട്രി എലമെന്റിന് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ് ഫോം ചെയ്യാനാണ് എടുക്കുക. അപ്പോ C4 എന്ന് പറയുന്ന പോയിന്റ് ഗ്രൂപ്പില് ടോട്ടൽ എത്ര ക്ലാസ്സസ് കാണും നോക്കാം. C4 എന്ന് പറയുന്ന പോയിന്റ് ഗ്രൂപ്പില് C41 C42 C43 C44 എടുക്കേണ്ട, അത് ഐഡന്റിറ്റി ആണ്. ഓക്കെ, ഐഡന്റിറ്റി. അപ്പൊ ഇത് ക്യാൻസൽ ആക്കി കളഞ്ഞ് 2 എന്നെടുക്കുക. അപ്പൊ ഇത് C2, ഇത് സെപ്പറേറ്റ് ഒരു ക്ലാസ്, ഇവർ തമ്മിൽ ചേർന്ന് ഒരു ക്ലാസ്, ഐഡന്റിറ്റി ഒരു ക്ലാസ്. ടോട്ടൽ എത്ര ക്ലാസ് ആണ്? 3 ആണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ അല്ലേ? 3 ക്ലാസ്സസ് ആണ് ഫോം ചെയ്യുക. C41 C43 ഒരൊറ്റ ക്ലാസ് ഫോം ചെയ്യും. C42 വേറൊരു ക്ലാസ് ഫോം ചെയ്യും, കാരണം അത് C2 ഇക്വലന്റ് ആണ്. പിന്നെ ഉള്ളത് ഐഡന്റിറ്റി എലമെന്റ്, അതൊരു ക്ലാസ് ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ ടോട്ടൽ 3 ക്ലാസ് ആണ് C4 പോയിന്റ് ഗ്രൂപ്പിനുള്ളത്. ഇത് നമുക്ക് C6ന്റെ കാര്യം നോക്കാം. C61 C62 C63 C64 C65 C66 എടുക്കേണ്ടത് ഐഡന്റിറ്റി ആണ്. ഓക്കെ, C61 ഓക്കെ, അത് ഓക്കെ ആണ്. ഇത് നോക്കാം, ഇത് C3 ഈക്വലന്റ് ആണ്. ഇതാണെങ്കിലോ C3 2 ഈക്വലന്റ് ആണ്. ഓക്കെ, ഇതാണെങ്കിൽ സോറി ഒരു മിനിറ്റ്, C62 എന്ന് പറയുമ്പോൾ C3 ഈക്വലന്റ്, C63 എന്ന് പറയുമ്പോൾ 1 2 C2 ആണ്, ഇത് C3 ആണ്. ഓക്കെ, അപ്പൊ ഇതില് C61 C65 അല്ല ഒരൊറ്റ ക്ലാസ് ഫോം ചെയ്യുള്ളൂ, കാരണം ഓർഡർ സെയിം ആയിട്ടുള്ളത് ഇവര് രണ്ടുപേരും മാത്രമാണ്. അപ്പൊ ഇതൊരു ക്ലാസ് ഫോം ചെയ്തു. പിന്നെ നമ്മൾ C3യുടെ നോക്കുമ്പോൾ C3
ഉണ്ട്, C3 1 ഉണ്ട്. അതെങ്ങനെ കിട്ടിയതാണ്? ഒരാള് C6 4 ഒരാള് C6 2 ആയിട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് C3 1 എന്നും C3 2 എന്നും കിട്ടിയത്. ഇവരൊരു സെപ്പറേറ്റ് ക്ലാസ് ഫോം ചെയ്യും. അത് കൂടാതെ C2 എന്ന് പറയുന്ന ഒരു ക്ലാസ്സും കൂടെ ഉണ്ട്. അതായത് C6 3 നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് C2 എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ക്ലാസ് ഫോം ചെയ്യും. അപ്പൊ ടോട്ടൽ C6 തന്നെ 3 ക്ലാസ്സസ് ആയിട്ടാണ് ഈ C6 മാറുക. C6 1 C6 5 ഒരു ക്ലാസ്, C6 2 C6 4 ഒരു ക്ലാസ്. അതായത് അത് C3 1 C3 2 ആണ്. അതൊരു സെപ്പറേറ്റ് ഒരു ക്ലാസ് ആയിട്ടാണ് എടുക്കുന്നത്. പിന്നെ C6 3 എന്ന് പറയുന്നത് C2 1 ആണ്. അത് വേറൊരു ക്ലാസ്. അപ്പൊ ടോട്ടൽ 3 ക്ലാസ്. ഐഡന്റിറ്റിയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 3 + 1 4 ക്ലാസ്സസ് ആയിരിക്കും C6 പോയിന്റ് ഗ്രൂപ്പിൽ നമുക്ക് കിട്ടുക. ഓക്കെ അല്ലേ? CN പോയിന്റ് ഗ്രൂപ്പ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അതിന്റെ നമ്പർ ഓഫ് ക്ലാസ്സസ് എടുക്കുക. അപ്പോൾ ഒരേ ഓർഡർ ആയിട്ടുള്ളവരെ മാത്രമേ നമുക്ക് ഒരൊറ്റ ക്ലാസ് ആക്കാൻ പറ്റുള്ളൂ. നമ്മൾ ക്യാൻസൽ ചെയ്ത് നോക്കണം. ചെയ്യാൻ പറ്റുന്നതിന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഓർഡർ ആയിട്ട് മാറുവാണെങ്കിൽ അവരെന്തായിട്ട് കൺസിഡർ ചെയ്യുക? അവരെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. ഓക്കെ, ഇത് CNന്റെ കേസിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട 2 പോയിന്റ് ഗ്രൂപ്പ് ആണ് DNHഉം CNVയും. നോക്കാം. ഈ DNH എന്ന് പറയുമ്പോൾ അവർക്കൊരു CN ആക്സിസ് കാണും. അതുപോലെ പെർപെൻഡിക്കുലർ ആയിട്ട് N നമ്പർ ഓഫ് C2 ആക്സിസും പോസിബിൾ ആണ്. ഓക്കെ അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്. DNHല് ഒരു CN പ്രിൻസിപ്പൽ ആക്സിസും കാണും, N നമ്പർ ഓഫ് C2 സബ്സിഡിയറി ആക്സിസ് പെർപെൻഡിക്കുലർ ആയിട്ടും കാണും. ഇവരുടെ നമ്പർ ഓഫ് ക്ലാസ്സസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഈ N നമ്പർ ഓഫ് C2 N/2 ഒരു ക്ലാസ് ഫോം ചെയ്യും, അടുത്ത N/2 വേറൊരു ക്ലാസ് ഫോം ചെയ്യും. അതായത് NC2 എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഒരു ക്ലാസ് അല്ല ഫോം ചെയ്യുന്നത്. ഇവര് N/2 ആയിട്ട് ഈക്വൽ ഷെയർ ചെയ്തിട്ട് ആ ഓരോ ഷെയറും ഓരോ ക്ലാസ് ആണ്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അതേത് കേസിൽ മാത്രമാണ്? N ഈവൻ ആകുന്ന കേസിൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പോ N ഓഡ് ആണെങ്കിൽ NC2 എല്ലാം കൂടെ ഒരൊറ്റ ക്ലാസ്സേ ഫോം ചെയ്യുള്ളൂ. N ഓഡ് ആണെങ്കിൽ. N ഈവൻ ആണെങ്കിൽ മാത്രം N/2 ആയിട്ട് ഓരോ സെപ്പറേറ്റ് ക്ലാസ് ഫോം ചെയ്യും. N ഓഡ് ആണെങ്കിൽ NC2 ഒരൊറ്റ ക്ലാസ് ആയിരിക്കും. ഓക്കെ അല്ലേ? എന്നൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞു തരാം. നോക്കുക, D6H നമുക്ക് നമ്മുടെ ബെൻസീൻ ആണ് ഒരു എക്സാമ്പിൾ ആയിട്ടുള്ളത്. ബെൻസീൻ C6H6. ബെൻസീനിന്റെ കേസിൽ ഓർത്ത് നോക്കിയാൽ അവരുടെ സിമട്രി എലമെന്റ്സ് ഏതൊക്കെയാണ്? D6Hലെ ബെൻസീന്റെ സിമട്രി എലമെന്റ്സ് ഒരു ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്, ഒരു C6 ആക്സിസ് ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് 6 പെർപെൻഡിക്കുലർ ആയിട്ടുള്ള C2s അവിടെ ഉണ്ട്, ഒരു σH ഉണ്ട്, പിന്നെ 6 σV ഉണ്ട് അവർക്ക്, പിന്നെ ഇൻവേർഷൻ സെന്റർ ഉണ്ട്. ഇവർക്ക് S6 പോസിബിൾ ആണ്, അതുപോലെ തന്നെ S3യും പോസിബിൾ ആണ്. നമ്മളിത് 3 ഡയമെൻഷനൽ ആയിട്ട് വ്യൂ ചെയ്തപ്പോൾ കണ്ടതാണ്. S6ഉം പോസിബിൾ ആണ്, S3യും ഇവർക്ക് പോസിബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? NC2ന്റെ കേസ് ആയിരുന്നു. NC2 അത് ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഒരു കേസ് കൂടെ ഓർക്കുക. ഇവർക്ക് N∑Vയും ഇതുപോലെ തന്നെ ഹാഫ് ആയിട്ട്, അതുകൂടെ പറയാം. NC2 കൂടാതെ N∑V ഇത് ആർക്കും പോസിബിൾ ആണ്. ഇത് CNV പോയിന്റ് ഗ്രൂപ്പിനും കോമൺ ആണ്, DNH പോയിന്റ് ഗ്രൂപ്പിലും CNVയിലും σV കോമൺ ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു ഒരു σV ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞാൽ അവർക്ക് N നമ്പർ ഓഫ് σVs കാണും നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പൊ CNVയിലും N∑V കാണും. DNHല് അതുപോലെ ഒരു DNHല് നമ്മൾ പറഞ്ഞായിരുന്നു ഒരു നമ്പർ σV ഉണ്ടെങ്കിൽ N നമ്പർ ഓഫ് σV ഇവർക്ക് ഒബ്സർവ് ചെയ്യാവുന്ന. ഇവ രണ്ടിലും കോമൺ ആയിട്ടുള്ള N∑V
ഇവിടെ എന്തായിട്ട് ഡിവൈഡ് ചെയ്യും? n/2 ഒരു ക്ലാസ്, അടുത്ത n/2 വേറൊരു ക്ലാസ്. ഓക്കെ, അപ്പൊ DNH CNVയിലാണ് ഈ ഒരു കേസ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. n നമ്പർ ഓഫ് C2 ഇപ്പോൾ n ഈവൻ ആണെങ്കിൽ, CNല് n ഈവൻ ആണെങ്കിൽ n C2 എന്ന് പറയുന്നത് n/2 C2 ഒരു ക്ലാസ്, n/2 C2 വേറൊരു ക്ലാസ് ആയിരിക്കും. n ഓഡ് ആണെങ്കിൽ n C2 ഒറ്റയ്ക്കൊരു ക്ലാസ്. ഇനി നമ്മള് CNVയിലും DNHലും രണ്ടുപേരിലും n സിഗ്മ വി ഉണ്ട്. അപ്പൊ ആ n സിഗ്മ വി തന്നെ n/2 സിഗ്മ വി ഒരു ക്ലാസ്, n/2 സിഗ്മ വി അടുത്ത n/2 സിഗ്മ വി സെറ്റ് വേറൊരു ക്ലാസ്. എപ്പോഴാണ്? n ഈവൻ ആണെങ്കിൽ. ഓക്കെ അല്ലേ? ഇത് ഇവർക്ക് മാത്രമേ ഉള്ളൂ, n സിഗ്മ വിയിലും DNHലും മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ വേറെ എക്സാമ്പിൾ, നമ്മൾ DNDയില് ഇതുപോലെ തന്നെ n നമ്പർ ഓഫ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള C2s ഉണ്ടല്ലോ, പക്ഷെ അവരെല്ലാം ഒറ്റ ക്ലാസ്സേ ഫോം ചെയ്യുള്ളൂ DND ആണെങ്കിൽ. ഓക്കെ, നമുക്ക് ബെൻസീന്റെ കേസ് എടുത്ത് നോക്കാം. ഓക്കെ, ബെൻസീനില് E ഉണ്ട്, C6 ഉണ്ട്, 6C2. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു 6C2 ഉണ്ടെങ്കിൽ അതിന്റെ ഹാഫ് 3 ഈ 3C2 3C2 ഹാഫ് ഇവർ രണ്ടുപേരും ഓരോ സെപ്പറേറ്റ് ക്ലാസ് ഫോം ചെയ്യും അല്ലേ? അതുപോലെ സിഗ്മ എച്ച് അതൊരു സെപ്പറേറ്റ് ക്ലാസ് ആണ് ഫോം ചെയ്യുക, അതൊരെണ്ണം. C6 എന്ന് പറയുന്നത് എത്ര ക്ലാസ് ആണ്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞപ്പോ പറഞ്ഞു C6 തന്നെ 3 ക്ലാസ് ഫോം ചെയ്യും. C6(1) C6(5) ഒരു ക്ലാസ്, പിന്നെ C2 ആയിട്ട് ഒരു ക്ലാസ്, പിന്നെ C31 C32 അതൊരു ക്ലാസ്. അപ്പൊ ടോട്ടൽ 3 ക്ലാസ്സസ് C6 തന്നെ ഫോം ചെയ്യുന്നുണ്ട്. ഐഡന്റിറ്റി 1, C6 തന്നെ 3 എണ്ണം, 6C2 തന്നെ 2 എണ്ണം, സിഗ്മ എച്ച് ഒരെണ്ണം. ഇത് കൂടാതെ ഇവർക്ക് ഇത് കൂടാതെ 6 സിഗ്മ വി ഉണ്ട്. 6 സിഗ്മ വി ഉണ്ട്, ഇതും നേർപകുതിയാവും. 3 സിഗ്മ വി 3 സിഗ്മ വി ഇവ രണ്ടുപേരും ഓരോരോ ക്ലാസ്. ഓക്കെ, പിന്നെ ഇൻവേർഷൻ സെന്റർ അത് ഒരു ക്ലാസ്. പിന്നെ ബെൻസീന് തന്നെ S6 ഉണ്ട്, S3 ഉണ്ട്. ഓക്കെ, അത് സെപ്പറേറ്റ് ഓരോരോ ക്ലാസ് ആയിട്ട് ഫോം ചെയ്യും. അപ്പൊ ടോട്ടൽ ക്ലാസ് എന്ന് പറയുന്നത് ബെൻസീന്റെ കേസിൽ 12 ആണ്. നമ്മൾ കൗണ്ട് ചെയ്താൽ മതി. C6ൽ തന്നെ 3 എണ്ണം, പിന്നെ 2 പെർപെൻഡിക്കുലർ C2 2 എണ്ണം, 6 സിഗ്മ വിയിൽ നിന്ന് 2 എണ്ണം, സിഗ്മ എച്ച് ഐഡന്റിറ്റി S6 S3. അപ്പൊ ടോട്ടൽ 12 ആണ് ആരുടെ? ബെൻസീന്റെ നമ്പർ ഓഫ് ക്ലാസ്സസ്. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് അപ്പൊ നമ്മൾ നമ്പർ ഓഫ് ക്ലാസ്സസ് കണ്ടുപിടിക്കുന്നത്. ഇത് ഞാനിപ്പോ DNHന്റെ കേസ് പറഞ്ഞതാണ്. ഇനി ഞാൻ CNVക്ക് ഒരു എക്സാമ്പിൾ, നമ്മൾ എപ്പോഴും പഠിക്കുന്ന വാട്ടറിന്റെ C2V വെച്ച് പറയാം. C2V നോക്കുക. E ഉണ്ട്, C2 ഉണ്ട്, സിഗ്മ V1 സിഗ്മ V2 2 സിഗ്മ ഉണ്ടല്ലോ. ഇത് രണ്ടുപേരും ഓരോ സെപ്പറേറ്റ് ക്ലാസ് ആണ് ഫോം ചെയ്യുക. ഓക്കെ, ഹാഫ് ആയിട്ട് ടോട്ടൽ 2 സിഗ്മ വി ഉണ്ട് ഇവർക്ക് അല്ലെ? ആ 2 സിഗ്മ വിയില് n/2 എന്ന് വെച്ചാൽ 1, n/2 1. അപ്പൊ ഓരോ സിഗ്മ വിയും ഓരോരോ ക്ലാസ് ആണ് ഫോം ചെയ്യുന്നത്. ഓരോ സിഗ്മ വിയും ഓരോരോ ക്ലാസ്. അപ്പൊ ടോട്ടൽ 1 2, പിന്നെ ഐഡന്റിറ്റി ആയിട്ട് 3, പിന്നെ C2 ഒരെണ്ണം ഉള്ളൂ. അപ്പൊ ടോട്ടൽ 4 ആണ് എന്തിന്റെ നമ്പർ ഓഫ് ക്ലാസ്സസ്? C2Vയുടെ നമ്പർ ഓഫ് ക്ലാസ്സസ്. അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അബീലിയൻ എന്ന് പറഞ്ഞായിരുന്നു. അബീലിയന്റെ അകത്ത് നമ്മൾ പറഞ്ഞു ഓർഡർ എന്ന് പറയുന്നതും അവരുടെ നമ്പർ ഓഫ് ക്ലാസ്സസും ഈക്വൽ ആയിരിക്കും. നമ്മൾ ഈ ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കേട്ടോ K എന്ന് പറയുന്നത്. ഓർഡറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് H എന്ന് പറയുന്നത്. അപ്പൊ ഓർഡറും ക്ലാസ്സും ഈക്വൽ ആണെങ്കിൽ അതിന് നമ്മൾ അബീലിയൻ എന്ന് പറയും. അബീലിയൻ. ഈ വാട്ടർ എന്ന് പറയുന്ന C2V പോയിന്റ് ഗ്രൂപ്പ് ഒരു അബീലിയൻ ആണ്, കാരണം അവരുടെ നമ്പർ ഓഫ് ക്ലാസ്സസും ഓർഡറും ഈക്വൽ ആണ്. ഓക്കെ അല്ലേ?
ഇനി ടെട്രാഹെഡ്രലിന്റെ അകത്ത് അവർക്ക് ഐഡന്റിറ്റി എലമെന്റ് ഇ ഉണ്ട്, 8C3 ഉണ്ട്, 3C2 ഉണ്ട്, 6 സിഗ്മ വി ഉണ്ട്, 6S4 ഉണ്ട്. ഇവർ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലെല്ലാം ഓരോ ക്ലാസ് ആണ് ഫോം ചെയ്യുന്നത്, സെപ്പറേറ്റ് ആയിട്ട് ഓരോ ക്ലാസ്. ടെട്രാഹെഡ്രൽ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് പോയിന്റ് ഗ്രൂപ്പ് ആണല്ലോ, അത് DNHO CNV അങ്ങനെയൊന്നും അല്ല നമ്മൾ ടെട്രാഹെഡ്രൽ പറയുന്നത്. ടെട്രാഹെഡ്രൽ എന്ന് പറയുന്ന ഷേപ്പ് ഉള്ളവർക്ക് തന്നെ ഒരു ആ നെയിമിൽ തന്നെയാണ് അവരുടെ പോയിന്റ് ഗ്രൂപ്പ്. ഈ ഒരു ഐഡന്റിറ്റി എലമെന്റ് ഒരു ക്ലാസ് ഫോം ചെയ്യും, ഈ 8C3 ഒരു ക്ലാസ് ഫോം ചെയ്യും, 3C2 ഒരു ക്ലാസ്, എല്ലാവരും ഓരോരോ ക്ലാസ് ആണ് ഫോം ചെയ്യുക. അപ്പൊ ടോട്ടൽ 5 ആണ് ഇവരുടെ നമ്പർ ഓഫ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ക്ലാസ്സസ് എന്ന് പറയുന്നത് ടെട്രാഹെഡ്രലിന്റെ കേസിൽ 5ഉം ഒക്ടാഹെഡ്രലിന്റെ കേസിൽ അത് 10ഉം ആണ്. അതൊന്ന് നോക്കി വെക്കുക. ടെട്രാഹെഡ്രലിന്റെ 5, ഒക്ടാഹെഡ്രലിന്റെ നമ്പർ ഓഫ് ക്ലാസ്സസ് 10 ആണ്. ചെറിയ പോയിന്റ് ഗ്രൂപ്പ്സ് ആണെങ്കിൽ നമുക്ക് എഴുതി ഇതുപോലെ നോക്കാം. ഇതൊക്കെ 8C3 ഒക്കെ നമുക്ക് ഒരുപാട് വലുതാണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. അങ്ങനെയുള്ള കേസിൽ അത് ബൈഹാർട്ട് ചെയ്തായിരിക്കും നല്ലത്. ടെട്രാഹെഡ്രലിന്റെ നമ്പർ ഓഫ് ക്ലാസ്സസ് 5, ഒക്ടാഹെഡ്രലിന്റെ നമ്പർ ഓഫ് ക്ലാസ്സസ് 10. ഓക്കെ, നമ്മളൊരു C3Vയുടെ കാര്യം നമ്മൾ പറഞ്ഞു. C3Vയില് ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്, 2 C3 ആണുള്ളത്. ഏതൊക്കെയാണ്? C3-1 ഉണ്ട്, C3-2 ഉണ്ട്, പിന്നെ 3 സിഗ്മ വി ആണുള്ളത്. നമ്മളിത് N ഓടല്ലേ, N ഓടാവുന്ന കേസിൽ ഈ സിഗ്മ വിയെ സെപ്പറേറ്റ് ചെയ്യുമോ? ഇല്ല, ഇവരൊറ്റ സിഗ്മ വി ആയിട്ട് നിൽക്കുകയുള്ളൂ. പിന്നെ ഇത് C3-1ഉം C3-2ഉം രണ്ടും ഒരേ ഓർഡർ ഉള്ളവരല്ലേ, ഇവർ രണ്ടുപേരും ഒരു ക്ലാസ് ആയിട്ട് നിൽക്കുകയുള്ളൂ. അപ്പൊ ടോട്ടൽ ഇവർക്ക് നമ്പർ ഓഫ് ക്ലാസ്സസ് എന്ന് പറയുന്നത് എന്താണ്? 3 ആണ് C3Vയില്. ഓക്കെ, നമ്മൾ വേറൊരു എക്സാമ്പിൾ C4V. C4Vക്ക് നമ്മൾ കണ്ട എക്സാമ്പിൾ ആയിരുന്നു SF5Cl. ഈ ഒരു മോളിക്യൂൾ വെച്ച് നമുക്ക് അവരുടെ സിമെട്രി എലമെന്റ്സ് പറയാം. SF5 ഇതൊരു പ്ലാനാർ ആയിട്ട് നിൽക്കും, ടോപ്പില് ഒരു ക്ലോറിൻ, ബോട്ടത്തിൽ ഒരു ഫ്ലൂറിൻ. ഓക്കെ, ഇപ്പൊ ഈ ടോപ്പിലെ ഫ്ലോറിൻ മാത്രമുള്ളൂ വ്യത്യസ്തമായിട്ടുള്ളത്, ബാക്കിയെല്ലാം ഫ്ലൂറിൻ തന്നെയാണ്. ഓക്കെ, ക്ലോറിൻ. അപ്പോ ഇവർക്ക് ഒരു C4 ആക്സിസ് പോസിബിൾ അല്ലേ? കാരണം ഈ പ്ലാനാർ, ഈ ഒരു എഫ്, ഈ 4 എഫുകൾ അവരുടെ പൊസിഷൻ ചേഞ്ച് ചെയ്തോളൂ. അപ്പൊ ഇവർക്ക് C4 ആക്സിസ് പോസിബിൾ ആണ്. അതുപോലെ നമുക്ക് C4 എത്ര ഉണ്ടെന്നൊക്കെ നമ്മൾ പിന്നെ പറയാം. പിന്നെ ഇവർക്ക് എന്ത് പോസിബിൾ ആണ്? C4 ആക്സിസ് ഉണ്ട്, അതിലൂടെ പാരലൽ ആയിട്ട് പോകുന്ന സിഗ്മ വി എത്ര ഉണ്ട്? 4 സിഗ്മ വിസ് ഉണ്ട്. ഓക്കെ, C4 ആക്സിസ് ഉണ്ട്, 4 സിഗ്മ വിസ് ഉണ്ട്. അത്ര ഇവർക്ക് ഉള്ളല്ലോ. C2 ഇല്ല, കാരണം ടോപ്പിലും ബോട്ടത്തിലും എന്താണ്? ഡിഫറെന്റ് ആണ്. സിഗ്മ എച്ചും ഈ മോളിക്യൂളിനില്ല. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇവരുടെ സിമെട്രി എലമെന്റ്സ്. ഇനി C4 എത്ര ഉണ്ട്, സിഗ്മ വി എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് അതൊക്കെ നോക്കാം. C4Vയില് C4 തന്നെ C4-1, C4-2, C4-3 നമ്മൾ പഠിച്ചതാണ്. പക്ഷെ ഇത് വേറൊരു സെപ്പറേറ്റ് ക്ലാസ് ആണ് C2 എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ക്ലാസ്സസ് സിയിൽ നിന്ന് തന്നെ 2 എണ്ണം കിട്ടി. ഓക്കെ, ഇനി 4 സിഗ്മ വി തന്നെ N ഈവൻ ആണ്, ഈക്വൽ ആയിട്ട് 2 സിഗ്മ വി ഓരോരോ ക്ലാസ് ഫോം ചെയ്യും. അപ്പോ ഇതിൽ നിന്നും 2 എണ്ണം കിട്ടി. അപ്പം 1, 2, C4-ൽ തന്നെ 2 എണ്ണം, 4, പിന്നെ ഐഡന്റിറ്റി എലമെന്റ്. ഇപ്പൊ ടോട്ടൽ എത്രയാണ്? 5 ആണ് C4Vയിലെ നമ്പർ ഓഫ് ക്ലാസ്സസ്. ഓക്കെ അല്ലേ? അടുത്ത ഒരു എക്സാമ്പിൾ ആണ് C5Vയില്. C5V എന്ന് പറയുമ്പം N ഓഡ് ആണ് കേട്ടോ. ഈ C5-1, C5-2, C5 തന്നെ C5-3 ഉണ്ട്, C5-4 ഉണ്ട്. പക്ഷെ ഇതിലെല്ലാം എല്ലായിടത്തിന്റെയും ഓർഡർ സെയിം ആണ്. സോ ഇതെല്ലാം ഒറ്റ ക്ലാസ്സേ ഫോം ചെയ്യുള്ളൂ. 1, 2, 3, 4 C5കൾ എല്ലാം കൂടെ ചേർന്ന് ഒരു ഒറ്റ ക്ലാസ്സേ ഫോം ചെയ്യുള്ളൂ. ഐഡന്റിറ്റി ഒരു ക്ലാസ്, പിന്നെ 5 സിഗ്മ വി ഉണ്ട്, അതെല്ലാം ചേർന്ന് ഒരു ഒറ്റ ക്ലാസ്സേ ഫോം ചെയ്യുള്ളൂ. അപ്പൊ ടോട്ടൽ 3 ക്ലാസ്സസേ ഉള്ളൂ. പക്ഷെ ഇവരുടെ ഓർഡർ എത്രയാണ്? 5 സിഗ്മ വി, പിന്നെ 4 C5 പ്ലസ്
ഐഡന്റിറ്റി എലമെന്റ്. അപ്പൊ ടോട്ടൽ 10 ആണ് ഇവരുടെ ഓർഡർ. ക്ലാസ് 3യും ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. ഓക്കെ അല്ലേ? ഇനി C6B. C6Bയില് ഐഡന്റിറ്റി എലമെന്റ് C61, C6 തന്നെ, C61, C62, C63, C64, C65. അത് തെറ്റിക്കരുത്. C6 എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരാളല്ല, C61 തൊട്ട് C65 വരെ എഴുതുക. ഓക്കെ, അതിൽ തന്നെ ടോട്ടൽ നമ്മൾ 3 ക്ലാസ്സസ് സെപ്പറേറ്റ് ഇവർ കൊണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം കൂടെ എനിക്ക് 3 എണ്ണമാണ്. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവർ തന്നെ എത്ര ക്ലാസ് ഫോം ചെയ്യും? 3 C6കൾ ഫോം ചെയ്യും. നമ്പർ ഓഫ് ക്ലാസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇവർക്ക് എക്സ്ട്രാ ആയിട്ട് ആരുണ്ട്? 6 സിഗ്മ ബി ഉണ്ട്. അതിൽ തന്നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നും ഓരോ ക്ലാസ് ഫോം ചെയ്യും. അപ്പൊ ടോട്ടൽ 1, 2 + 3 5, 5 + 1 6. അപ്പൊ ടോട്ടൽ C6Bയില് 6 ആണ് നമ്പർ ഓഫ് ക്ലാസ്സസ്. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ ഇനി CNVയുടെ കാര്യവും DNHന്റെ കാര്യം നല്ല ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് C2Hന്റെ കാര്യം നോക്കാം. C2H നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് H2O2ന്റെ കേസ് ആയിരുന്നു. H2O2ന്റെ കേസ് അവർക്കൊരു ഇൻവേർഷൻ സെന്റർ ഉണ്ട്, ഐഡന്റിറ്റി ഉണ്ട്, ഒരു C2 ഉണ്ട്, പിന്നെ മോളിക്കുലർ തന്നെ പോകുന്ന ഒരു സിഗ്മ H ഉണ്ട്. ഇതെല്ലാം ഓരോ ക്ലാസ്സേ ഫോം ചെയ്യുള്ളൂ. അപ്പൊ ടോട്ടൽ 4 ആണ് C2Hന്റെ കേസിലെ ക്ലാസ്. അത് തന്നെയാണ് അവരുടെ ഓർഡറും. ഓക്കെ, C2H. ഇനി അടുത്തത് C3H. C3Hല് നമ്മൾ ബോറിക് ആസിഡ് ആയിരുന്നു പഠിച്ചത്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഓർക്കുന്നില്ലേ? ബോറിക് ആസിഡില് H3BO3 OH OH OH. അപ്പൊ ഇവർക്ക് എന്തായിരുന്നു? C3 ഉണ്ട്, ആ മോളിക്കൂളോട് ഒരു സിഗ്മ H ഉണ്ട്, പിന്നെ ഇവർക്കൊരു S3 ഉണ്ട്, ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്. ഓക്കെ, ഇതില് ഈ C31 C32 അതെല്ലാം ഒറ്റ ഒരു ക്ലാസ്സേ ഉള്ളൂ. സിഗ്മ H സെപ്പറേറ്റ് ഒരു ക്ലാസ്, സിഗ്മ H ഒരു ക്ലാസ്, C3 ഒരു ക്ലാസ്, S3 ഒരു ക്ലാസ്, പിന്നെ ഐഡന്റിറ്റി ഒരു ക്ലാസ്. ഓക്കെ അല്ലേ? ഇത് N ഓഡ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ S3ക്കൊന്നും എല്ലാം ഒറ്റ ക്ലാസ് ആയിട്ട് എടുത്തേക്കുന്നത്. N ഈവൻ ആവുകയാണെങ്കിൽ അതൊരു കേസ് കാണിക്കാം. നോക്കോളൂ. C4Hല് ഐഡന്റിറ്റി എലമെന്റ് 3 C4 ഉണ്ട് ഇവർക്ക്. C4 1 ഉണ്ട്, C4 1 ഉണ്ട്, C4 2 ഉണ്ട്, C4 3 ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് കണ്ടു. ഇത് രണ്ടും 2 ക്ലാസ്സസ് അല്ലേ ഫോം ചെയ്യുക? ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇവർ തന്നെ C4 തന്നെ 2 ക്ലാസ്സസ് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർക്ക് ഒരു സിഗ്മ H ഉണ്ട്, ഇൻവേർഷൻ സെന്റർ ഉണ്ട്. പിന്നെ S4ന്റെ കാര്യം പറയാം. S4 1, S4 2, S4 3, S4 എടുക്കണ്ട. ഓക്കെ, ഇതില് ഞാൻ S4 2 ഒന്ന് പെർഫോം ചെയ്യാം. S4 2 പെർഫോം ചെയ്യുമ്പോൾ സിഗ്മ 2 × C4 2 എന്നാ വരിക. സിഗ്മ 2 ഐഡന്റിറ്റി എലമെന്റ് ആണ്. C4 2 എന്താ? C2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു C2. ഈ C2നെ നമ്മള് C4ൽ തന്നെ ഒരു കേസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ സെപ്പറേറ്റ് ആയിട്ട് S4 2 എടുക്കേണ്ട കാര്യമില്ല. ഇനി ഇത്
S4 3 ചെയ്യുമ്പോൾ σ3 ഇൻറ്റു C4 3. σ3 എന്ന് പറയുന്നത് സിഗ്മ തന്നെ. C4 3 എനിക്ക് C1 എന്നെടുക്കാം അല്ലെ? സോറി, C4 എന്നെടുക്കാം. അപ്പോ ഇവിടെ ടോട്ടൽ 2 S4 ഉള്ളൂ. പക്ഷേ S4 എല്ലാം ഒരൊറ്റ ക്ലാസ് ആണ് ഫോം ചെയ്യുക. S4കൾക്ക് Sn എന്ന് പറയുന്നവർക്ക് ഒരൊറ്റ സിംഗിൾ ക്ലാസ്സേ അവർ ഫോം ചെയ്യുള്ളൂ. Sn only 1 ക്ലാസ്സുകളെ ഫോം ചെയ്യുള്ളൂ. നമ്മൾ സിഗ്മ വിയും C2 പെർപെൻഡിക്കുലർ C2കളെയും അതുപോലെ Cn ആക്സിസുകൾ, ആ 3 പേരാണ് സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് ഫോം ചെയ്യുന്നത്. പക്ഷേ Sn എന്ന് പറയുന്നത് ഒരൊറ്റ സിംഗിൾ ക്ലാസ്സേ ഫോം ചെയ്യുള്ളൂ. നമ്മൾ ഈ 2S4 എന്നൊക്കെ നമ്പർ കണ്ടുപിടിക്കുന്ന എന്തിനു വേണ്ടിയാണ്? അവരുടെ ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ, ഓർഡർ വേണമെങ്കിൽ നമ്മൾ S4ന്റെ ആ S41, S42, S43 അതൊക്കെ പെർഫോം ചെയ്ത് നോക്കിയിട്ട് വേറെ എന്തെങ്കിലും സിമെട്രി എലിമെന്റ് കിട്ടുന്നുണ്ടോ നോക്കുവാണെങ്കിൽ അത് കൗണ്ട് ചെയ്യത്തില്ല. നമ്മൾ ഇതൊക്കെ പഠിച്ചതായിരുന്നു. അത് ഓർഡർ കണ്ടുപിടിക്കുന്ന കേസിലാണ്. പക്ഷെ ക്ലാസ് കണ്ടുപിടിക്കുമ്പോൾ Sn എന്ന് പറയുന്നത് ഒരൊറ്റ സിംഗിൾ ക്ലാസ് ആണ്. ഓക്കെ, അതാണ് C4Hന്റെ കാര്യം. ഇനി നമുക്ക് D2H എന്ന് പറയുമ്പോൾ നമ്മള് ഡൈബൊറൈൻ ആണ് D2Hന് എക്സാമ്പിൾ ആയിട്ട് പഠിച്ചത് അല്ലെ? ഡൈബൊറൈൻ. ഇവർക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു? ഒരു C2 ആക്സിസ് ഉണ്ട്, അതുപോലെ 2 പെർപെൻഡിക്കുലർ ആയിട്ടുള്ള C2 ആക്സിസുകൾ ഉണ്ട്, പിന്നെ ഇവർക്ക് സിഗ്മ H ഉണ്ട്, 2 സിഗ്മ V ഉണ്ട്, ഇൻവേർഷൻ സെന്റർ I ഉണ്ട്. ഓക്കെ, ഞാൻ വൃത്തിക്ക് എഴുതി കാണിക്കാം. D2Hന്റെ കേസാണ് പറയുന്നത്. E ഉണ്ട്, C2 ഉണ്ട്, 2 പെർപെൻഡിക്കുലർ C2 ഉണ്ട്, സിഗ്മ H ഉണ്ട്, 2 സിഗ്മ V ഉണ്ട്, ഇൻവേർഷൻ സെന്റർ ഉണ്ട്. ഇതിൽ തന്നെ ഈ 2 C2 ഓരോരുത്തരും കാരണം DNH പോയിന്റ് ഗ്രൂപ്പ് അല്ലേ? നമ്മള് CNVയും DNHലും പറഞ്ഞായിരുന്നു. CN പെർപെൻഡിക്കുലർ CN ഓരോന്നും ഹാഫ് ആയിട്ട് പോകും. ഇതും അതുപോലെ ഹാഫ് ആയിട്ട് മാറും. അപ്പം 1 2 3 4 5 6 7 8 ആണ് ഇവരുടെ കേസിലെ നമ്പർ ഓഫ് ക്ലാസ്സസ്. അപ്പോൾ DNHും CNVയും അത് മറന്നു പോകരുത്. അവരുടെ ഡിവിഷൻ ഹാഫ് ആയിട്ടുള്ള ഡിവിഷൻ അത് മറന്നു പോകരുത്. ഓക്കെ, നമുക്ക് DND ടൈപ്പിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അതില് T2D നോക്കുക. T2D ഓക്കെ. T2D എന്ന് പറയുമ്പോൾ അവർക്ക് ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്, C2 ഉണ്ട്, D ആയതുകൊണ്ട് 2 പെർപെൻഡിക്കുലർ C2 ഇവിടെ ഉണ്ട്. പിന്നെ ഇവർക്ക് സിഗ്മ D ആണുള്ളത്. എത്രണ്ണം ഉണ്ടാകും? 2 സിഗ്മ D ഉണ്ടാവും. പിന്നെ ഇവർക്ക് S4 ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇതെല്ലാം DND എന്ന് പറയുന്ന ND ആണ്. ഇവരിൽ ഇങ്ങനെ സെപ്പറേഷൻ ഒന്നും ഇല്ല, എല്ലാവരും ഒറ്റ ക്ലാസ് ആണ്. ഇപ്പൊ ടോട്ടൽ 1 2 3 4 5 നമ്പർ ഓഫ് ക്ലാസ്സസ് 5 ആയിരിക്കും. ഇതുപോലെ C2ന് സിഗ്മ ഡിക്ക് അങ്ങനെ ഒന്നും ഹാഫ് ആയിട്ടുള്ള ഡിവിഷൻ ഇല്ല. ആകെ നമുക്ക് DNHലും CNVയിലും മാത്രമേ ഉള്ളൂ. DNDയിൽ ആ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇത് D2Dയിൽ നമ്പർ ഓഫ് ക്ലാസ്സസ് എത്രയാണ് കിട്ടിയത്? 5. ഇനി T3Dയിൽ നോക്കാം. T3D എന്ന് പറയുമ്പോൾ അവർക്ക് ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്, 2 C3 ഉണ്ട്, 3 C2 ഉണ്ട്, 3 സിഗ്മ D ഉണ്ട്, ഇൻവേർഷൻ സെന്റർ ഉണ്ട്, S6 ആണ് ഇവർക്കുള്ളത്. കാരണം ഇവർക്ക് സിഗ്മ H ഇല്ല. സിഗ്മ H ഇല്ലെങ്കിൽ നമ്മൾ SN2N ആയിരിക്കുമല്ലോ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇവർക്ക് S2N ആണുള്ളത്, S6 ആണ് ഇവർക്കുള്ളത്. ഇതെല്ലാം ഒരൊറ്റ ക്ലാസ്സേ ഫോം ചെയ്യുള്ളൂ. 1 2 3 4 5 6. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ലീനിയർ മോളിക്യൂൾസിന്റെ കേസിലെ C ഡബിൾ ബോണ്ട് OH
സി ഡബിൾ ബോണ്ട് ഓ. ഇതൊരു ലീനിയർ ആണ്. ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ് സി ഇൻഫിനിറ്റി വി ആണ്. ഓക്കെ, ഇൻവേർഷൻ സെന്റർ ഇല്ലാത്തത് കൊണ്ട് ഇത് സി ഇൻഫിനിറ്റി വി. ഇവർക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ക്ലാസ്സസ് ആണുള്ളത്. ഇൻഫിനിറ്റ് ക്ലാസ്സസ് ഓർത്തോളുക. ലീനിയർ മോളിക്യൂൾസ് രണ്ടു പേർക്കും. ഇപ്പം ഞാൻ ഇൻവേർഷൻ സെന്റർ ഉള്ള CO2 ആണ് എടുക്കുന്നതെങ്കിൽ ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ് എന്തായിരുന്നു? ഡി ഇൻഫിനിറ്റി എച്ച് ആണ്. ഇവർക്കും ഇൻഫിനിറ്റി നമ്പർ ഓഫ് ക്ലാസ്സസ് ആണുള്ളത്. ഓക്കെ, അത് ഓർത്തോളുക. സി ഇൻഫിനിറ്റി വിയും ഡി ഇൻഫിനിറ്റി എച്ചും രണ്ടുപേർക്കും ഇൻഫിനിറ്റി നമ്പർ ഓഫ് ക്ലാസ്സസ് ആണുള്ളത്. ഓക്കെ, നമ്മൾ T2ന്റെ ഒരു എക്സാമ്പിൾ. D2 പോയിന്റ് ഗ്രൂപ്പ് നോക്കുവാണെങ്കിൽ അവർക്ക് എന്താണുള്ളത്? C2 ഉണ്ട്, 2 പെർപെൻഡിക്കുലർ C2 ഉണ്ട്, ഐഡന്റിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ D2ന്റെ കേസിൽ ഈ 2 പെർപെൻഡിക്കുലർ C2ഉം ഓരോ C21 C22 അങ്ങനെ രണ്ട് പെർപെൻഡിക്കുലർ C2s 2 ക്ലാസ് ആണ് ഫോം ചെയ്യുന്നത്. പിന്നെ ഇതൊരു C2. അപ്പൊ ടോട്ടൽ ഇവരുടെ ക്ലാസ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ക്ലാസ്സസ് 4 ആണ്. ഓക്കെ, അപ്പോ ഇത്രേ ഉള്ളൂ. നമ്മൾ ക്ലാസ്സസ് കണ്ടുപിടിക്കുന്ന കുറെ എക്സാമ്പിൾസും നോക്കി. ഇപ്പോ നമ്മൾ ഇതിൻ്റെ അകത്ത് ഓർത്തിരിക്കേണ്ടത് ഐഡന്റിറ്റി എലമെന്റ് സിഗ്മ എച്ച്, ഐ, എസ്, SN ഇത്രയും ഒരൊറ്റ ക്ലാസ് ഫോം ചെയ്യും. പിന്നെ നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് CNന്റെ കേസിലാണ്. ഇപ്പൊ C4 എടുക്കുക, C6 എടുക്കുക, ആ ഒരു കേസസിലാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. C4 നമ്മൾ എഴുതി നോക്കുക. അപ് ടു C4 4 വരെ ഉള്ളതിന്റെ താഴോട്ട് എഴുതി നോക്കുക. അതിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ഓർഡർ ഉള്ള ആക്സസ് ആണ് കിട്ടുന്നതെങ്കിൽ അതൊരു സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി വേറെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് DNHന്റെയും CNVയുടെയും കാര്യമാണ്. DNHലാണെങ്കിൽ n നമ്പർ ഓഫ് C2സും ഉണ്ട്, n നമ്പർ ഓഫ് സിഗ്മ വിയും ഉണ്ട്. അവര് രണ്ടുപേരും ഹാഫ് പോർഷൻ ആയിട്ട് അതിന്റെ ഈക്വൽ ആയിട്ട് ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഹാഫ് പോർഷനും ഓരോ സെപ്പറേറ്റ് ക്ലാസ് ആണ്. അതുപോലെ തന്നെയാണ് CNVയിൽ n നമ്പർ ഓഫ് സിഗ്മ വി, അതും സെപ്പറേറ്റ് ആയിട്ട് ഹാഫ് പോർഷൻ കട്ട് ചെയ്യുക, അതൊരൊറ്റ ക്ലാസ് ആയിട്ട് മാറും. അതായത് ആ ഹാഫ് പോർഷൻ ഒരു ക്ലാസ്, ഹാഫ് പോർഷൻ വേറൊരു ക്ലാസ്, അങ്ങനെ. ഇപ്പൊ DNDയുടെ കേസിലാണെങ്കിൽ ആ n നമ്പർ ഓഫ് C2s ഒരൊറ്റ ക്ലാസ്സേ ഫോം ചെയ്യുള്ളൂ, DND ഒക്കെ ആണെങ്കിൽ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് എച്ചും കെയും ഓർഡറും ക്ലാസ്സും ഈക്വൽ ഉള്ളവരെ നമ്മൾ അബീലിയൻ എന്ന് പറയും, അബീലിയൻ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയും. നമ്മൾ കുറെ എക്സാമ്പിൾസ് ചെയ്ത് നോക്കി. ടെട്രാഹെഡ്രലിന്റെ ക്ലാസ് 5 ആണെന്നും ഒക്ടാഹെഡ്രലിന് 10 ആണെന്നും ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ലീനിയർ മോളിക്യൂൾസിന്റേത് ഇൻഫിനിറ്റി നമ്പർ ഓഫ് ക്ലാസ്സസ് ആയിരിക്കും. പിന്നെ നമ്മൾ ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് എക്സാമ്പിൾസ് ചെയ്ത് വെച്ച് പറഞ്ഞത്. ഇപ്പൊ ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. റെഡ്യൂസിബിൾ, ഇറെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ, അതുപോലെ മെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് സിമെട്രി എലമെന്റ്സ്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.